കോവലും കോഴിയും ഉള്ള വീട്ടിൽ ബലിയിടണ്ട. ഇങ്ങനെ പണ്ടുള്ളവർ പറയാറുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പുരാണം, ശാസ്ത്രം, കഥ? പശുവിൻ്റെ മുലയുടെ രൂപമല്ലേ ഈ കോവയ്ക്ക്? ശ്രദ്ധിച്ചിട്ടില്ലേ? നമസ്കാരം, രുദ്രധാരയുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട്. നമ്മൾ ഇന്ന് പറയുന്നത് കോവലിനെ കുറിച്ചാണ്, കോവൽ ചെടിയെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും എല്ലാ ചെടികളും കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത തോളയിലോട്ട് കയറുവാണല്ലേ എന്ന് തോന്നും. ഇത് കേട്ടിട്ട് നിങ്ങൾ പറയണം, ഇങ്ങനെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെ പുതിയ തലമുറയിൽപ്പെടുന്ന എത്ര പേർക്കറിയാം ഈ കഥയെക്കുറിച്ച്? കഥ നമുക്ക് തുടങ്ങാം. അതിനുശേഷം വാസ്തുപ്രകാരം ഇത് എവിടെ വെക്കണം, ഇത് വീട്ടിൽ എങ്ങനെയാണ് വെക്കേണ്ടത്, എന്തിനാ വെക്കുന്നത് നമുക്ക് നോക്കാം. കോവലിൻ്റെ പിന്നിലെ കഥ ആദ്യം പറയാം. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പറയിപെറ്റ പന്തീരു കുലം അല്ലെ, കേട്ടിട്ടുണ്ടല്ലോ അത്. 12 പേരുണ്ട്. വരരുചിയുടെ മക്കളാണ്. വരരുചിയുടെ മരണശേഷം ശ്രാദ്ധകർമ്മത്തിന് എല്ലാവരും കൂടെ മൂത്ത ആളായ അഗ്നിഹോത്രിയുടെ വീട്ടിൽ കൂടും. അഗ്നിഹോത്രിയുടെ വീട്ടിൽ കൂടുമ്പോൾ ഒരു നിയമമുണ്ട്. അന്നത്തെ ദിവസം എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടത് അവിടെ നിന്നാണ്. അപ്പൊ എല്ലാ ശ്രാദ്ധത്തിനും ഇങ്ങനെ എല്ലാവരും ഈ പറയുന്ന 12 പേരും അവിടെ കൂടാറുണ്ട്. മാത്രവുമല്ല, അവരാൽ കഴിയുന്ന വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. എന്ത് തന്നെയാണെങ്കിലും അവരെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് അത് കൊണ്ടുവരിക. അങ്ങനെ ഒരു പ്രാവശ്യം കൂട്ടത്തിലുള്ള പക്കനാര്, പുള്ളിക്ക് ഒന്നും കിട്ടിയില്ല, പക്കനാർക്ക് കൊണ്ടുവരാൻ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ കൊണ്ടുവന്ന എന്താണെന്നറിയോ? ശ്രാദ്ധകർമ്മത്തിൽ വഴിയിൽ കണ്ട ഒരു പശുവിൻ്റെ മുല അറുത്തുകൊണ്ടുവന്നു. വഴിയിൽ കണ്ട ഒരു പശുവിൻ്റെ മുല അറുത്തുകൊണ്ടുവന്നു. പക്ഷേ അത് അന്നത്തെ സദ്യക്കുണ്ടായില്ല. അപ്പൊ എല്ലാവരും സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാക്കനാർ ചോദിക്കും, എല്ലാവരുടെയും വിഭവങ്ങളുണ്ട്. അപ്പൊ പാക്കനാർ ആലോചിക്കുകയാണ്, ഞാൻ കൊണ്ടുവന്ന വിഭവം മാത്രം കാണുന്നില്ലല്ലോ, അതെന്തിയേ എന്നാലോചിച്ചു. അപ്പൊ ഇല്ലത്തമ്മയോട് ചോദിച്ചു, എന്തിയെ ഞാൻ കൊണ്ടുവന്ന സാധനം? ഞാൻ കൊണ്ടുവന്നല്ലോ ഒരു സാധനം, അതെന്തിയേ? അപ്പൊ ഇല്ലത്തമ്മ പറഞ്ഞു, ഇന്നത്തെ ശ്രാദ്ധം നടക്കുമ്പോൾ അവിടെ യാതൊരു കാരണവശാലും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല, നോൺ വെജിറ്റേറിയൻ പാടില്ല. അതുകൊണ്ട് അത് ഞാൻ കൊണ്ടുവന്ന് വടക്കേപ്പുറത്ത് കുഴിച്ചിട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? മിക്കവാറും അത് കിളിച്ച് കാണും, മുളച്ച് കാണും, കായ്ച്ചും കാണും, ചെന്ന് നോക്ക്. സൂക്ഷം. ഇല്ലത്തമ്മ ചെന്ന് നോക്കി. വടക്കേപ്പുറത്ത് നോക്കിയപ്പോൾ ഈ പറയുന്ന പശുവിൻ്റെ മുല അവിടെ വളർന്ന് കായ്ച്ച് നിൽപ്പുണ്ട്. എന്താ? കോവൽ ചെടി. ആ കുഴിച്ചിട്ട ഭാഗത്ത് നിൽക്കുന്നത് കോവൽ ചെടിയാണ്. ഇവരുടെ കഥകൾ അറിയാലോ, ഓരോരുത്തരുടെയും. നാരായണത്ത് ഭ്രാന്തൻ്റെ ഒക്കെ അറിയാലോ. പറയുന്നത് അതുപോലെ തന്നെ സംഭവിക്കും, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ. അപ്പോൾ നോക്കുമ്പോൾ കോവൽ ചെടിയാണ് കാണണേ, കായ്ച്ചിട്ടുണ്ട്, കോവയ്ക്ക പിടിച്ച് കിടപ്പുണ്ട്. ഇനി പുരാണത്തിൽ പറയുന്നു, കോവൽ ചെടിയുടെ ആ കായ്ക്ക് പശുവിൻ്റെ മുലയുടെ രൂപമാണ്. പശുവിൻ്റെ മുലക്കാമ്പ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രൂപമാണ് ഈ പറയുന്ന കോവയ്ക്ക്. അതിങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ കഥ. അന്ന് അത് പറിച്ചുകൊണ്ട് വന്ന് മെഴുക്ക് പുരട്ടി വെച്ച് അന്ന് വിഭവത്തിൽ ഉൾപ്പെടുത്തിയതിന് ശേഷമാണ് എല്ലാവരും സദ്യ കഴിച്ചത്. അതിനുശേഷം അവർ നൽകിയ ഒരു ഉപദേശം, എല്ലാ ശ്രാദ്ധകർമ്മങ്ങൾക്കും എല്ലാ പിണ്ടകർമ്മത്തിനും കോവയ്ക്ക ഉപയോഗിക്കണം. ഇതാർക്കും അറിയത്തില്ല. പണ്ട് ഇത് ചെയ്തു വന്നിരുന്നു. വലിയ തറവാട്ടിലുള്ളവര് വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അറിയാവുന്നവർ ഇത് ചെയ്തായിരുന്നു പിണ്ടകർമ്മം നടത്തിയിരുന്നത്. നമുക്കെല്ലാവർക്കും അരിയെള്ളും പൂവും മാത്രമേ അറിയത്തുള്ളൂ. കോവൽ ഉപയോഗിച്ച് പിണ്ടം ചെയ്തിരുന്നു എന്നുള്ളതായിരുന്നു ആ പിന്നിലുള്ള കഥ. പിന്നീട് അത് കാലക്രമേണ ഇത് അറിയാതായിപ്പോയി. പൗരാണികമായ അറിവുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാതായിപ്പോയി. ഈ പറയുന്ന കഥകളും ഈ പറയുന്ന പുതിയ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. ആരാ വരരുചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ രുചിയുള്ള സാധനമാണെന്നാ പറയാൻ പറ്റൂ. അഗ്നിഹോത്രി ആരാന്ന് വെച്ചാൽ അറിയില്ല, ആറാണത്ത് ഭ്രാന്തൻ ആരാന്ന് ചോദിച്ചാൽ അറിയില്ല, വായിലാകുന്നില്ലപ്പൻ ആരാന്ന് വെച്ചാൽ ഇങ്ങനെ പോട്ടെ 12 പേര് പറയണ്ട, 1-2 പേരെ കാണാൻ അറിയാവുന്നവർ കാണാം, അല്ലെ പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും കഥ മൊത്തത്തിൽ അറിയാവുന്നവരുണ്ടാവും. പക്ഷെ ഈ ഒരു കഥ എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല.
അപ്പൊ അങ്ങനെയാണ് കോവലിന് ഈ ഒരു പ്രത്യേക പ്രാധാന്യം പിണ്ടത്തിൽ കിട്ടിയത്, ബലികർമ്മത്തിന് കിട്ടിയത്. പക്ഷേ നമ്മളതെല്ലാം ഉപേക്ഷിച്ചു. ഇനി മറ്റൊന്നും കൂടെ പറഞ്ഞു അവര്, കോവൽ വളർത്തുന്ന വീട്ടിൽ ബലിയിടേണ്ട കാര്യമില്ല. കോവല് വളർത്തുന്ന വീട്ടിൽ ബലിയിടരുത്. കാരണം അവിടുത്തെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടിക്കഴിഞ്ഞു. അത്ര പുണ്യ പുരാതനമായിട്ട് മാറും ആ പ്രദേശം എന്നാണ് ഇവർ അരുൾ ചെയ്തത്. അതിനുശേഷം വാസ്തു ഇതിഞ്ഞെടുത്തു. വസ്തുവിൽ വേണമെന്നേ പറഞ്ഞുള്ളൂ. വാസ്തു അതിഞ്ഞെടുത്തു, അതിന് സ്ഥാനം കൽപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, കോവൽ നന്നായി പച്ചയ്ക്ക് പടർന്ന് പന്തലിച്ചിടുന്നത്. പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട, കയറി അങ്ങ് പൊക്കോളും. ആ മണ്ണിന്റെ പ്രത്യേകതയാണത്. ആ വിൽക്കുന്ന മണ്ണിന്റെ അല്ലെങ്കിൽ കിളിച്ചു വരുന്ന മണ്ണിന്റെ പ്രത്യേകതയാണ് അത്. പന്തലിച്ച് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി, പന്തലിച്ച് കയറി അങ്ങ് പോകും. അങ്ങനെ പോകുന്ന വീടുകളുടെ ഉയർച്ച ഒന്ന് സാമ്പത്തികമായിട്ട് ഭയങ്കര. കാരണം പിതൃക്കളുടെ അനുഗ്രഹമാണ് മരിച്ചുപോയവർ, നമ്മുടെ തലയ്ക്ക് മേളിൽ നിൽക്കുന്ന നമ്മുടെ രക്തവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ അനുഗ്രഹമാണ് നമ്മളെ ഉയർച്ചയിലെത്തുന്നത്, നമ്മുടെ ഉയർച്ചയിലെത്തിക്കുന്നത്. ഇതിന് നിങ്ങൾ 1000 ദിവസം ബലിയിടണ്ട, വർഷത്തിൽ 12 ദിവസം ബലിയിടണ്ട. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ സാധനം ഉണ്ടെങ്കിൽ ഇതാണ് ഈ പറയുന്ന കഥ. ഇനി ഇതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ വരും, ഞാൻ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം, കുഴപ്പമില്ല. ചോദിക്കാം അവരുടെ അടുത്ത്. പണ്ടുള്ളവർക്ക് അറിയാമായിരുന്നോ കോവൽ ഈ പറയുന്ന ശ്രാദ്ധകർമ്മത്തിന് ഉപയോഗിക്കുമെന്നുള്ളത്? എത്ര പേർക്കറിയാം? അല്ലെങ്കിൽ എത്ര അത് ചെയ്യുന്ന എത്ര കർമ്മിക്കത് അറിയാം? കോവയ്ക്ക ഉപയോഗിച്ചിരുന്നു എന്ന്, അല്ലെ കോവൽ ചെടി ഉപയോഗിച്ചിരുന്നു എന്ന്, അത് സമൂലം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് എത്ര പേർക്കറിയാം? മെഴുക്ക് പുരട്ടി വെച്ച് കഴിക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം, അത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അങ്ങനെ ഇതിനെ വാസ്തു എടുത്തു. വാസ്തു ഇതിനെ എടുത്തതിന് ശേഷം വാസ്തു പറയുന്നത് വീടിന്റെ വടക്കേ പുറത്ത് തന്നെ ഇത് വെക്കുക എന്ന് വാസ്തുവാണ് പറഞ്ഞത്. നിങ്ങൾ കാണുന്ന ഭാഗത്ത് വീട്ടിൽ എവിടെയാണോ നിങ്ങൾ കൂടുതൽ ഇറങ്ങുന്നത് ആ ഭാഗത്ത് ഈ ചെടി വയ്ക്കാം. തെക്കേപ്പുറത്താണോ വെച്ചോളൂ, വടക്കേപ്പുറത്താണോ വെച്ചോളൂ, കിഴക്കാണോ ഇഷ്ടം വെച്ചോ. ഇതിന് പറയുന്നില്ല ഇതുള്ള ഭൂമിയിൽ. പറഞ്ഞില്ലേ ഒരു ദോഷവുമില്ല, ഒരു വാസ്തുദോഷവുമില്ല എന്ന് പറയപ്പെടുന്നു. ആരാ പറഞ്ഞത്? പറയിപ്പറ്റ പന്തീരകുലമാണ് പറഞ്ഞത്. പറയിപ്പറ്റ പന്തീരകുലമാണ് പറഞ്ഞത്. ആ കഥയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. കോവലിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കോവലും കോഴിയും ഉള്ളിടത്ത് ബലിയിടണ്ടെന്നാ പറഞ്ഞത്. എന്താ കാര്യം? കോവലും കോഴിയും എന്താ അങ്ങനെ പറയാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. കോഴി രണ്ടാമത് ഞാൻ പറഞ്ഞ സാധനം, നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തുന്ന സാധനം അല്ലേ. ഇനി അടുത്ത ജീവിയെ കിട്ടാതിരുന്നില്ല, ഇപ്പൊ ഒരെണ്ണത്തിനെ കൂടെ കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, പൗരാണികമായിട്ട് ദൈവികമായിട്ട് കോഴിക്ക് അശുദ്ധി കൽപ്പിച്ചിട്ടുണ്ട്. കോഴിക്ക് ചില ക്ഷേത്രങ്ങളിൽ, ദേവീ ക്ഷേത്രങ്ങളിൽ, കാളി രൂപത്തിലുള്ള ക്ഷേത്രങ്ങളിൽ കോഴിയെ നേർച്ചയായിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല, വൈഷ്ണവ രൂപത്തിലുള്ള ക്ഷേത്രങ്ങളിലൊന്നും ചെയ്യാറില്ല. ശൈവശക്തിയിലും അങ്ങനെ ചെയ്യത്തില്ല എന്നാണ് വിശ്വാസം. പക്ഷേ പല ക്ഷേത്രങ്ങളിലും, മലനട പോലെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുമല്ലോ. അതായത് ഊരാളികളൊക്കെ പൂജിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെയാണ് കൂടുതലും. പക്ഷെ ദേവീ ക്ഷേത്രങ്ങളിൽ ശക്തയത്തിൽ വരുന്നുണ്ട് കേട്ടോ. ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ കോഴിയെ പൂജ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കോഴിയെ പൂജ കൊടുക്കുമ്പോൾ അത് ചെയ്യുന്ന ഒരു രീതിയും കൊണ്ട് അതും കൂടി ഇതിനകത്ത് റിലേറ്റ് ചെയ്തിട്ട് പറയാം. നമ്മൾ ആ കോഴിയെ എടുത്ത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒഴിഞ്ഞാണ് വെക്കുന്നത്. കണ്ണേറ് ദോഷം മാറാനായിട്ട്, കണ്ണേറ് കിട്ടാതിരിക്കാൻ, പിന്നെന്താണ് പ്രാക്ക് ദോഷം അല്ലാത്ത ദോഷങ്ങൾ അയൽക്കാർ ചെയ്യുന്നത്, കുടുംബക്കാർ ചെയ്യുന്നത്, ആരൊക്കെ ഉണ്ടോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പറഞ്ഞു പോയതിന് അവർ ശപിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി നാട് മൊത്തം എന്തൊക്കെ പറയാൻ പറ്റുമോ ആ രീതിയിലെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരൊക്കെ പറയുന്നതെല്ലാം നമ്മളെ ബാധിക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ കോഴിയുടെ പരിപാടി. നിങ്ങൾ ചെയ്തവർക്കറിയാം, ഈ കോഴിയെ എടുത്ത് തലയ്ക്ക് മുകളിൽ ഒഴിയുക ചെയ്യുക. തലയ്ക്ക് മുകളിൽ ഒഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കോഴിയെ തൊട്ട് കഴിഞ്ഞാൽ, കരിങ്കോഴിയല്ലേ, കോഴിയെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലും കഴുകി ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ കയറാമോ എന്ന് പ്രത്യേകം അവർ പറഞ്ഞു തരും. എല്ലാ കാളി ക്ഷേത്രത്തിലും ഇത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സ്ഥാനം പുറത്തു കൊടുത്തിരിക്കുന്നത്. ഇതിനെ എടുത്ത് മുമ്പിൽ വയ്ക്കാം. പക്ഷെ പിന്നീട് നിങ്ങൾ തൊഴാൻ വരുന്നെന്നുണ്ടെങ്കിൽ ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രം. എല്ലാ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ശ്രീകോവിലിനോട് അടുത്ത് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കാളിയുടെ അടുത്തില്ല, അല്ലാതെ ചില രൂപങ്ങളുണ്ട്, ഈ അപ്പൻ ഭാവത്തിലൊക്കെയുള്ള രൂപങ്ങളുണ്ട്. അവിടെയൊക്കെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത്. കൊച്ചു കോവിലൊക്കെ ആയിരിക്കും. പക്ഷെ കാളി ദേവിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പോയി ചെയ്തു കഴിഞ്ഞാൽ ദേഹശുദ്ധി വരുത്തിയിട്ട് കയറാവൂ. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ കുളിച്ചിട്ട് മാത്രമേ കയറാവെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് പുറത്തു പോയി ഇത് ചെയ്യുന്നത്. അപ്പം ഈ കോഴികൾക്ക്
ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. കോഴിക്കറി വെച്ച് കഴിക്കുന്ന അമ്പലങ്ങളും ഉണ്ട് അങ്ങ് പാലക്കാട് ഭാഗത്തൊക്കെ. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ കുടജാദ്രി കയറി അങ്ങ് മേളിൽ ചെല്ലുമ്പോൾ അവിടെയുണ്ട് ചിക്കൻ കറി വെക്കുന്ന, നാടൻ കോഴിയെ കൊണ്ട് കരിങ്കോഴിയെ കൊണ്ട് ചിക്കൻ കറി വെക്കുന്ന ഒരു ആചാരം അവിടെ കിടപ്പുണ്ട്. അത് പോയവർക്കൊക്കെ അറിയാം, അതൊക്കെ ചെയ്തിട്ടുള്ളവർക്ക്. കുടജാദ്രി കയറിപ്പോഴാണ് സർവജ്ഞപീഠത്തിലോട്ട് കയറി പോകുന്ന വഴി. അപ്പോൾ അവിടെ ദേവിയല്ലേ, ദേവിയുടെ മുമ്പിലല്ലേ ഇത് വെക്കുന്നത്. അതും പ്രത്യേകം പറഞ്ഞേ, മൂലസ്ഥാനമാണ്, പക്ഷെ ആ ഭാഗത്തല്ല ഇത് വെക്കുന്നത്. കാലഭൈരവൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അതായത് കയറി പോകുമ്പോൾ അത് ശരി. അപ്പോൾ ഇത് അറിയാവുന്ന ഒരു ദൂരം എന്നൊക്കെ വന്നിട്ട് ചില മലയാളികൾ ഇത് ചെയ്യാറുണ്ട്. അവരുടെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് അത് ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ട്. അവിടെ തന്നെ ചിക്കൻ കറി വെച്ചിട്ട് അവിടെ വരുന്നവർക്കെല്ലാം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ കോഴിക്ക് അശുദ്ധി പ്രഖ്യാപിച്ചത് കൊണ്ട്, അശുദ്ധി ഉള്ളത് കൊണ്ട് ഈ ആള് പറമ്പിലും വീട്ടിലുമെല്ലാം പ്രത്യേകത എന്താണ്, ഇന്ന സ്ഥലമൊന്നൊന്നുമില്ല, എല്ലായിടത്തും വിസർജനം നടത്തും അല്ലേ. കാഷ്ടമായിട്ട് വെച്ചിട്ടേ പോകത്തുള്ളൂ. വേറെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും ഒരു ജീവി വീട്ടിനകത്ത് ഈ പറയുന്ന വിസർജ്യം ചെയ്യാറുണ്ടോ? ഏതെങ്കിലും? പക്ഷെ കോഴിക്ക് അങ്ങനല്ല. പറയാതെ ഓടി വന്ന് ആശാനകത്ത് കയറുകയും ചെയ്യും. അകത്ത് ഇത് സംഭവം കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോവുകയും ചെയ്യും. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയുണ്ടോ, അകത്താണെങ്കിലും പുറത്താണെങ്കിലും അശുദ്ധിയാക്കുന്ന പ്രത്യേകത പുള്ളിക്കുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടിട്ടില്ലേ പഴയ വീടുകളിലൊക്കെ. എന്താണ്, ഉമ്മറപ്പടിയിലൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ശരി, അതായത് കോഴി കാഷ്ടം ഉള്ളതെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കും. പെട്ടെന്ന് വൃത്തിയാക്കും അവിടുത്തെ സ്ത്രീകളല്ലേ, പഴമക്കാർ പറയും പെട്ടെന്ന് വൃത്തിയാക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോടിന് സ്ഥാനമുണ്ട്. കോഴിക്കോട് എവിടെ വരാവും? വീടിന്റെ പിന്നാമ്പുറത്തെ വരാവും. നമ്മളെ വിളിച്ചുണർത്തുന്ന സാധനമായിരുന്നു പണ്ട്. അത് എവിടെ നിന്നാ വിളിച്ചുണർത്തുന്നേ? എവിടെ നിന്നാ വിളിച്ചുണർത്തുന്നേ? വീടിന്റെ പിന്നാമ്പുറം. അത് എവിടെയാണെങ്കിലും വീടുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാതെ കെട്ടിത്തിരിച്ച് താഴെ മാറ്റണം. ചിലർ വീടിന്റെ മേളിൽ ടെറസിലൊക്കെ കോഴിയെ വളർത്തുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പണി മേടിക്കും. അത് വേറെ കൂട്ടമായിട്ടുള്ള കരച്ചൊക്കെ പണി മേടിക്കുന്നതാണ് അതൊക്കെ. അത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിനൊക്കെ സ്ഥാനമുണ്ട്. നിങ്ങൾ വളരെ ശുദ്ധമായിട്ടിരിക്കുന്ന സ്ഥലത്താണ് ഇതിന് കയറി ചെയ്ത് വെക്കും. മറ്റൊരു ജീവിയുടെ കണക്കല്ല, ഇത് കയറി ചെയ്ത്. ബാക്കി എല്ലാത്തും പറഞ്ഞാൽ കേൾക്കുന്നവരാണ്. ഇതങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വിഭാഗത്തിൽ പെടുന്നവരേ അല്ല. ഇവിടെ ഈ പറയുന്ന കാഷ്ട ഇടുകയും ചെയ്യും, അപ്പുറത്തെ വീട്ടിൽ പോയി മുട്ട ഇടുകയും ചെയ്യും. ഇല്ല, അത് നമുക്ക് തരൂല്ല. അതുകൊണ്ട് ഇന്ന് അപ്പുറത്തെ വീട്ടിൽ കൊടുത്തിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും, ഇത് എന്നാ മുട്ട ഇടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് കോഴി ഉള്ളിടത്ത് ബലിയിടരുത് എന്ന് വെച്ചാൽ, വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ബലിയിട്ടൂടാന്നല്ല ഈ പറയുന്നത്. അവിടെ അശുദ്ധമുണ്ട്. അവിടെ എന്ത് ചെയ്യണം? അത്രയും ശുദ്ധി വരുത്തിയതിന് ശേഷമേ ഈ പണി ചെയ്യാവൂ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇച്ചിരി അകലെ മാറ്റിയായിരിക്കണം, അല്ലെങ്കിൽ കെട്ടിത്തിരിച്ച് ഭാഗത്തായിരിക്കണം ഈ പറയുന്ന കൂട് നിൽക്കേണ്ടതെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്, കോഴി ഉള്ളിടത്തും കോവൽ ഉള്ളിടത്തും ബലിയിടണ്ട. കോവൽ ഉള്ളിടത്ത് ബലിയിടണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഞാൻ ആദ്യം പറഞ്ഞു. കോഴി ഉള്ളിടത്ത് എന്താ ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അത് ഞാൻ രണ്ടാമത് പറഞ്ഞു. ഇപ്പം കാര്യങ്ങളെല്ലാം ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാത്തിനും അപ്പുറം ഒരു ഗൃഹത്തിൻ്റെ ഐശ്വര്യം നിലനിൽക്കുന്നത് ആരിലാണെന്നറിയൂ? ആ വീട്ടിലെ സ്ത്രീയിലാണ്, ഗൃഹനാഥയിലാണ്, മുതിർന്ന സ്ത്രീയിലാണ്. അവിടുത്തെ പുരുഷനിലല്ല, അവിടുത്തെ മക്കളിലല്ല, അവിടുത്തെ സ്ത്രീയിലാണ്. ഒരു ബാച്ചലർ താമസിക്കുന്ന ഭാഗം എത്രത്തോളം അവിടെ ഒരു ഐശ്വര്യം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കുടുംബം, ഒരു സ്ത്രീയുള്ള വീടാണെങ്കിൽ ആ സ്ത്രീയുടെ കർമ്മം, ആ സ്ത്രീയുടെ പ്രവൃത്തി എത്രത്തോളം സുന്ദരമാണോ, എത്രത്തോളം മനോഹരമാണോ, അതുപോലെയായിരിക്കും ആ കുടുംബം. ഏതൊരു കുടുംബത്തിന്റെ പിന്നിൽ, അതിന്റെ വളർച്ചയുടെ പിന്നിലും പുരുഷന്റെ അധ്വാനവും സ്ത്രീയുടെ സ്വഭാവവും മാത്രമാണ് പ്രധാനം എന്നേ പറയുന്നുള്ളൂ. സ്ത്രീ ഇപ്പോഴും നന്നായിരിക്കുക, പുരുഷൻ നന്നാവരുതെന്നല്ല അതിൻ്റെ അർത്ഥം. രണ്ടും ശരിയാവുക. പക്ഷെ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു കുടുംബം ഏതർത്ഥത്തിലും അല്ലേ, ഈ ചിലപ്പോൾ ഈ വിശ്വാസങ്ങളൊക്കെയാണ്, ഈ പഴമക്കാർ പറഞ്ഞു തന്ന ഈ വിശ്വാസങ്ങളാണ് പഴയ കുടുംബങ്ങളുടെ അടിത്തറ. ഇന്നതില്ലാത്തതും അത് തന്നെയാണ് എന്നുള്ളത് പറഞ്ഞ് നമ്മുടെ കുടുംബം എങ്ങനെയാണ് അല്ലെ, സ്ത്രീയുടെ മനസ്സ് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നല്ലതാണോ അത്രത്തോളം ആ കുടുംബം ഉയരും എന്നുള്ളത് കൂടി പറഞ്ഞ് ഈ ഒരു കഥ, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇത് കേൾക്കുന്നത്, ഈ ഒരു കഥയും കൂടെ പറഞ്ഞ് എല്ലാവർക്കും നല്ലതും നന്മയൊക്കെ ഉണ്ടാകട്ടെ. അപ്പോൾ കോവലിൻ്റെ തൈ എവിടെങ്കിലും കിട്ടുവാണെങ്കിലേ മേടിച്ച് വയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. വടക്ക് വെക്കുന്നത് ഉത്തമം എന്ന് പറയുന്നു. എന്തുകൊണ്ട്? കഥയിൽ പറഞ്ഞത് വടക്ക് കൊണ്ടുവന്ന് കുഴിച്ചിട്ടു, അതുകൊണ്ട് വടക്ക് വെക്കാനാ പറയുന്നത്. എവിടെ വേണേ വെച്ചോ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ പറമ്പിൽ ഈ സാധനം വേണം. ഇനി വേണ്ട, നിങ്ങൾക്ക് ഒരു ഐശ്വര്യം വന്നില്ല, ആഴ്ചയിൽ ഒരു ദിവസം വിഴുക്ക് വരട്ടെങ്കിലും കഴിക്കാമല്ലോ അല്ലേ? അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് അറിയാമല്ലോ. കോവയ്ക്കയുടെ ചില അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പച്ചയ്ക്ക് കഴിക്കുമല്ലോ. ഏതൊക്കെയാ അസുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മുടെ എന്തായാലും ദിനചര്യയിൽ ഉണ്ടാകുന്ന ഒരു അസുഖം തന്നെയാണ്. അതൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ലെങ്ത് കൂടും. പലരും പറയുന്നുണ്ട് ഒന്ന് പറഞ്ഞു തുലയ്ക്കാൻ.
ഇതെല്ലാം പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ഒറ്റ വാക്കിൽ പറയാനാണ് ഇന്നതിന് ഇന്നതാണേ എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങ് പോയാൽ പോരെ. വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റൂ, എങ്കിലല്ലേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്നുള്ളത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും നല്ലതും നന്മ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും പെട്ടെന്ന് കാണാം. ബൈ.